ഗുഡ് മോർണിംഗ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ വെക്കേഷൻ അങ്ങനെ തീർന്നൂല്ലേ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് സൺഡേ ആണ്. നാളെ നമ്മൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. നമ്മുടെ LKG കുട്ടികൾക്ക് നാളെ തുറക്കുന്നില്ല കേട്ടോ. January 9th തുറക്കുന്നത്. ഫൈസി കുട്ടിക്കൊക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നാളെ തൊട്ട് അടുക്കള ഒരു യുദ്ധക്കളായിരിക്കും അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, കറി, പിന്നെ കുളിപ്പിക്കൽ, യൂണിഫോം ഇടൽ, അങ്ങനെയൊക്കെ കൂടി ഒരു തിരക്കായിരിക്കും. 2 മാസം ശരിക്കും എത്ര പെട്ടെന്ന് കടന്നു പോയി തന്നെ അറിയില്ല അല്ലേ. പൂട്ടിയ സമയത്തുള്ള 2 മാസം ഇതിട്ടുകളെ കൊണ്ട് എന്ത് ചെയ്യും, വീട്ടിലാകെ അലമ്പും കച്ചറയും കിച്ചറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു 2 മാസം പോയത്. പിന്നെ രാവിലെയൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങലും ചെടികൾ നോക്കലും നനയ്ക്കലും ഒന്നുമില്ല. രാവിലത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞത് ഇതായിരിക്കും. തലേദിവസം തിരുമ്പിയ തുണികളൊക്കെ പുറത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വെള്ളത്തിലൊക്കെ മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ മേലെ വന്നിട്ട് ഇതേപോലെ കുട്ടി കുട്ടി ഡ്രസ്സൊക്കെ ജനലിൻ്റെ അവിടെയും വലുതൊക്കെ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ കമ്പിയിലൊക്കെ വിരിച്ചിടും. ഇവിടെ ഇങ്ങനെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ റൂമിലൊന്നും നമ്മൾ വേറെ അഴയൊന്നും കെട്ടിയിട്ടില്ല. മഴ ഇങ്ങനെ 2-3 ദിവസമൊക്കെ നിൽക്കാതെ പെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. എവിടെ നോക്കിയാലും തുണികൾ തന്നെ ആയിരിക്കും. തുണികളും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടിയും വരും. ഏതെങ്കിലും ഒരു വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കാണ് കേട്ടോ ആള് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചെറിയൊരു കയറുകൊണ്ട് ആളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. അതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാളെ ഫ്രീ ആക്കി വിടും കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും വാതിലിട്ട് അടച്ചിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.